ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ഉണ്ടായ ലാത്തിച്ചാർജിൽ തലയ്ക്ക് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്തിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇന്നലെ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലാണ് ലാത്തിച്ചാർജ് ഉണ്ടായത്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ, ഈ മേഘ രഞ്ജിത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റേണ്ട സാഹചര്യം എന്താണ്? വേണുപരേഷൻ, മേഘ രഞ്ജിത്ത് അടക്കം 16 പേർക്കാണ് ഇന്നലെ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ മേഘ രഞ്ജിത്തിന്റെ തലയ്ക്ക് പൊട്ടലില്ല. അതുകൊണ്ട് തന്നെ വിദഗ്ധമായിട്ടുള്ള സ്കാൻ നടത്തി എന്താണ് സംഭവിച്ചത്, തലയ്ക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക് അടിയേറ്റിട്ടുള്ളത്. അതും ഇവർ ആരോപിക്കുന്നത് പുരുഷ പോലീസാണ് മേഘ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള വനിതാ പ്രവർത്തകരെ ക്രൂരമായി ലാത്തിക്കടിച്ചത് എന്നുള്ള കാര്യമാണ്. ഇതിൽ പല ആൾ, അതായത് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിന്റെ അടക്കം തലയ്ക്ക് 7 തുന്നിക്കെട്ടലുകളുണ്ട്. എല്ലാവരുടെയും തലയ്ക്കാണ് കൂടുതൽ അടിയേറ്റത്. മേഘ രഞ്ജിത്തിന്റെ തലയ്ക്ക് അടിയേറ്റെങ്കിലും തലയ്ക്ക് പൊട്ടലുണ്ടായിട്ടില്ല. പക്ഷെ വലിയ രീതിയിൽ ഈ മേഘ രഞ്ജിത്ത് ഛർദിയും മറ്റു കാര്യങ്ങളും ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള അറിയാൻ വേണ്ടി വിദഗ്ധ പരിശോധനയ്ക്കും സ്കാനിങ്ങിനും വേണ്ടിയിട്ടാണ് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മേഘ അടക്കം 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരിക്ക് MP പ്രവീണിനാണ്. 7 തുന്നിക്കെട്ടലുകളുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാരായിട്ടുള്ള സൈഫുദ്ദീൻ, ആദർശ് മഠത്തിൽ എന്നിവർക്കും തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. ഇതിൽ നിലവിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി അറിയാം. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് ആലപ്പുഴയിലെ പോലീസ് ഇത്തരം സമരങ്ങളെ നേരിടുന്നത്. അടിച്ചമർത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഈ ബാരിക്കേഡ് മാറി പോലീസിനടുത്തേക്ക് വന്ന, യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പോലീസിനടുത്തേക്ക് വന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഡിവൈഎസ്പി, ആലപ്പുഴ DYSP NK ജയരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു അവിടെ, വൻ പോലീസ് സംഘമായിരുന്നു ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസ് സംയമനം പാലിച്ചിരുന്നു. ആ രീതിയിൽ പല രീതിയിലും കല്ലും വടിയും ഒക്കെ തന്നെ എറിഞ്ഞ ഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി മാത്രമായിരുന്നു പ്രയോഗിച്ചത്. പക്ഷേ ഈ ബാരിക്കേഡുകൾ തകർത്തതോടെയാണ് പോലീസ് സംയമനം വിട്ട് പിന്നീട് വലിയ രീതിയിൽ ക്രൂരമായി പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ SP അടക്കം, അതായത് ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും അടക്കം ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല കൂടി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രവർത്തകയ്ക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച പ്രവർത്തകയ്ക്ക് ചികിത്സ നിഷേധിച്ചെന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. അറസ്റ്റ് ചെയ്ത് സൗത്ത് സ്റ്റേഷനിൽ എത്തിച്ച വനിതാ പ്രവർത്തകയ്ക്കാണ് പിന്നീട് അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തി. പക്ഷെ അവിടെ എത്തിച്ച ശേഷം ഈ പ്രവർത്തകയ്ക്ക് ചികിത്സ നിഷേധിച്ച് വീണ്ടും ഈ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നുള്ള വലിയ ആരോപണമുണ്ട്. എന്നാണ് ഇത് സംബന്ധിച്ച് നിലവിൽ 16 പേർക്കാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതിൽ 15 പേർ നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും, നിലവിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മേഘ രഞ്ജിത്തിനാണ് തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിൽ ഈ സ്കാൻ റിപ്പോർട്ട് വന്നതിനാൽ ഈ ഗുരുതരമാണോ പരിക്കെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരും. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.